ഇന്ന് നമ്മൾ കുമ്പളങ്ങ കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് പോരാ 2 കപ്പ് വെള്ളം, അത് ചൂടാകുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു 1/2 കിലോളം കുമ്പളങ്ങ ചെറുതായി നുറുക്കിയത്, വലിയ ചെറുതാക്കണ്ട, എന്നാൽ വല്ലാതെ വലിയ കഷ്ണം വേണം, അങ്ങനെയായിട്ട് അതിനകത്തേക്ക് ഇടാം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാവുന്ന വിധത്തിലിടുന്നതാണ് നന്നാവുക. ഇത് വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് മാറും. അതുവരെ അത് തിളക്കും. കുറച്ച് ഉപ്പിടണം. ഒരു സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. കുറച്ചൊന്ന് നന്നായിട്ട് ഇതാവണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ഇടാം, പക്ഷെ ഇതിൻ്റെ അവസാനം ഞാൻ ജീരകം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ജീരകം ഇടുന്നില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഒരു ഇതിൽ വേപ്പില. ഇത്രയും ഇതിനകത്തേക്ക് ഇട്ടു. ഇനി അത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് തിളച്ച് വരണം. അതിനോടൊപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ കുമ്പളങ്ങ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് വരണം. ഇത് വെള്ളരിക്ക ഉപയോഗിച്ചും ചെയ്യാം, ഇതേ മെത്തേഡിൽ തന്നെ. പക്ഷെ വെള്ളരിക്കാൾ കൂടുതൽ സ്വാദ് കുമ്പളങ്ങയാണ്. അതുകൊണ്ടാണ് കുമ്പളങ്ങ എടുത്തത്. ചില നാടുകളിൽ ഇളവൻ എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ആ സാധനം എടുത്തത്. തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ അരികളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഓരോ കഷ്ണത്തിലും ട്രാൻസ്പെറൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യും. ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 2-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി വലിയ കഷ്ണം, പച്ചമുളക് ഒരു 3 പച്ചമുളക് നെടുക്കിയത്. ഇത് കുറച്ച് നീളമുള്ള പച്ചമുളകാണ്, നമ്മൾ അങ്ങാടി മുളക് എന്നൊക്കെ പറയുന്ന സാധനം. അത് പകുതിയാക്കിയിട്ടാണ് ഞാൻ നെടുക്കാൻ മുറിച്ചത്. അതുകൊണ്ടാണ് എണ്ണം കൂടുതൽ തോന്നുന്നത്. ആക്ച്വലി അതൊരു 2-3 ആയിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. മുളകിൻ്റെ എരിവും ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയൊക്കെ ടേസ്റ്റും കറിയിലുണ്ടാകണം. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം അടച്ചു. നമ്മൾ നേരത്തെ ഉപ്പിട്ടുകൊണ്ട് രണ്ടാമത് ഉപ്പിടുന്നതില്ല, അടച്ചു വയ്ക്കുക. ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് പൊടികളിലേക്ക് ഇടക്കാം. അത് തിളച്ചു വന്നു. ഇനി നമുക്ക് പൊടികളിലേക്ക് ഇടക്കാം. ഇപ്പം നല്ല മണം വന്നു തുടങ്ങി. ഒരു എരിവും അതൊക്കെ ആയിട്ടുള്ള മണമാണ് വരുന്നത്. ഇതിലധികം പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആകെ ചേർക്കുന്ന ഈ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. നന്നായി നടക്കുക. ആ മഞ്ഞൾപ്പൊടി എല്ലാ സ്ഥലത്തേക്കും ആകണം. അതിനു വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത് നന്നായി തിളച്ചു വന്നു. നല്ലൊരു മഞ്ഞ നിറമൊക്കെ വന്നു. ഒക്കെ ഒന്ന് വെന്തു. പച്ചമുളകിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വാടി. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത്. ഞാൻ ഈ തേങ്ങയിൽ അല്പം ജീരകം ഇട്ടിട്ടുണ്ട്, 1 സ്പൂണോളം ജീരകം.
ഒരു 1/4 സ്പൂണോളം ഉപ്പ്. ഈ 2 സാധനങ്ങളിട്ടാണ് ഞാൻ ഈ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തേക്ക് ചേർക്കാം. അല്പം വെള്ളമൊഴിച്ച് ഈ ചാറൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അത്രയും തേങ്ങ കൂടി അതിനകത്തുള്ള ആ തേങ്ങ കൂടി നമുക്ക് കിട്ടും. കുറച്ച് ചാറും ഉണ്ടാവും കറിക്ക്. നമ്മൾ അതൊന്ന് കലക്കി ഒഴിച്ചു. നമ്മൾ യോജിപ്പിക്കുക. തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഇത് തിളപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ല. നേരത്തെ മത്തങ്ങയുടെ കേസ് പറഞ്ഞ പോലെ ഒരു ആദ്യത്തെ തിള അത് വന്നാൽ മതി, കറി ഓക്കെ. ഇനി ഇതിനകത്തേക്ക് അല്പം പണിയാണ്, ഒരു താളിച്ച് ചേർക്കൽ കൂടി ചെയ്യണം. ഓക്കെയാണ്. ഒന്ന് തിള വരുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കുക. ജസ്റ്റ് ഒന്ന് തിള വരണം, തറഞ്ഞേ ഉള്ളൂ. വറുത്തിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ വറുത്തിടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണ്. അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഓരോരുത്തർ കേട്ടില്ല. വേണമെങ്കിൽ ചുവന്ന ഉള്ളി, നമ്മുടെ ഈ ചെറിയ ഉള്ളി എന്നൊക്കെ പറയുന്ന ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഉണക്കമുളകും ഇതിനകത്ത് ചേർക്കാം. ഞാനിത് രണ്ടും ഇടുന്നില്ല, വെറും വേപ്പിലയും മറ്റേ ഇത് മാത്രമേ കടുക് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഒഴിക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടി വാങ്ങി വെച്ച ശേഷം ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചട്ടി വാങ്ങി വെച്ച ശേഷം 1/2 സ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക. നിർബന്ധമില്ല, ഒരു ഓപ്ഷനാണ്. കുരുമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മധുരം പോകും. അല്ലെങ്കിൽ അല്പം മധുരമുള്ള കറി, മധുരം പോയി കുറച്ചുകൂടി ഒരു എന്താ പറയുക, കൂട്ടാനൊരു ഗാംഭീര്യം വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുരുമുളക് ഇടുക. അതിനുശേഷം ഈ വറുത്തുക. ഇത്രയും കറി ചെയ്യാം.